എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മൾ പറയാൻ പോകുന്നത് ഡീമൺ സ്ലെയറിന്റെ ഇൻഫിനിറ്റി കാസിൽ ആർക്കിന്റെ 158ാമത്തെ ചാപ്റ്റർ ആണ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതുവരെയുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. നിങ്ങൾ ഈ ചാനൽ പുതിയതാണ്, ജസ്റ്റ് ഒന്ന് സബ് ചെയ്യുക. അപ്പോൾ അധികം താമസിക്കാൻ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ കണ്ടത് അക്കാസ് ഡിസപ്പിയർ ആയി പോകുന്നതും ഡോമയുടെ ഫൈറ്റിംഗ് സ്റ്റൈലുമായിട്ട് കനാവോ അഡാപ്റ്റ് ആവുന്നതും ഡോമയ്ക്കിട്ട് കനാവോ ഒരു അന്യായ വെട്ടുകൊടുത്തിട്ട് അവിടെ നിൽക്കുന്നതും വരെയായിരുന്നു. അപ്പോൾ നമുക്ക് എൻ്റെ ബാക്കി നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് സ്ലൈഡിൽ തന്നെ നമുക്ക് ഇവർ രണ്ടുപേരും ഒരു ക്ലോസ് അപ്പ് ഷോട്ട് കാണാം. താഴേക്ക് വരുമ്പോൾ കനവ് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ ദേഹത്തെ ഗൂസ് ബോംസ് ഇതുവരെ മാറിയിട്ടില്ല. എൻ്റെ വിരലുകളിലേക്ക് എൻ്റെ സ്ട്രെങ്ത് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങും. ഇവനെ വെച്ച് ഞാൻ ഇത്രയും നാൾ ഫൈറ്റ് ചെയ്ത ഡീമൻസിനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അവരെല്ലാം വെറും ബേബീസ് ആണ്. എനിക്കിപ്പോൾ അവനോടുള്ള ദേഷ്യം കാരണമാണ് അവന് മുന്നിൽ ഇങ്ങനെ നിൽക്കാൻ കഴിയുന്നത്. എൻ്റെ ശരീരം കത്തിപ്പോകുന്ന തരത്തിലാണ് അതിൻ്റെ സ്ട്രെങ്ത്. എൻ്റെ തൊണ്ടയുടെ പിൻവശം തിളയ്ക്കുകയാണ്. ഒന്ന് ഒച്ച വെക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ആവുന്നു. ഇത്രയും മൈൻഡിൽ കൂടെ ഓടിയ കനാവോ എന്ത് ധൈര്യത്തിലാണ് എന്റെ ഫാമിലിയെ തൊട്ടതെന്ന് ചോദിച്ചിട്ട് സെക്കൻഡുകൾ കൊണ്ട് ഡോമയുടെ അടുത്തെത്തിയിട്ട് തന്റെ ഫ്ലവർ ബ്രീത്തിന്റെ 5th ഫോം യൂസ് ചെയ്ത് അവന് നേരെ വീശാൻ തുടങ്ങി. അവളുടെ അറ്റാക്സ് 7, 8, 9 എന്നൊക്കെ എണ്ണിയിട്ട് ഡോമ പരിഹസിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇനി അടുത്തത് എന്റെ അവസരമാണ്. ഡോമ ഉടനെ തന്നെ തന്റെ ബ്ലഡ് ഡീമൻ ആർട്ടിന്റെ സ്നോഫോൾ ഇൻ ദ വിൽറ്റഡ് ഗാർഡൻ യൂസ് ആക്കിയിട്ട് അവളുടെ അറ്റാക്കിന് നേരെ ഒപ്പോസ് ചെയ്തു. അവൾ അതിനൊപ്പം തന്റെ ഫ്ലവർ ബ്രീത്തിന്റെ 2nd ഫോം യൂസ് ആക്കുന്നുണ്ടായിരുന്നു. ഡോമയുടെ ഒട്ടുമിക്ക മൂവ്മെന്റും കനവോ മനസ്സിലാക്കിയെടുക്കുന്നത് അവളുടെ കണ്ണിന്റെ ഒറ്റ സ്പെഷ്യാലിറ്റി കൊണ്ടാണ് മനസ്സിലാക്കിയ ഡോമ നേരെ അവളുടെ കണ്ണിലേക്ക് എയിം ചെയ്യുന്നതാണ്. ഡോമയുടെ ആ ഒടുക്കത്തെ മൂവ്മെന്റ് കനവന്റെ അന്യ ഫ്ലെക്സിബിലിറ്റി കൊണ്ട് ഒഴിഞ്ഞു മാറി ജസ്റ്റ് അവള് രക്ഷപ്പെടുന്നുണ്ട്. ഒട്ടും വിട്ടുകൊടുക്കാതെ ഫ്ലവർ ബ്രീത്തിന്റെ 6th ഫോം ഉപയോഗിച്ച് ഡോമയുടെ കഴുത്തിന് നേരെ കനവോ നേരെ തന്റെ വാള് സ്ട്രൈക്ക് ചെയ്തു. അവളുടെ മൂവ്മെന്റ് കണ്ട ഡോമ അവൾ വെൽ ട്രെയിൻഡ് ആണെന്ന് ഇങ്ങനെ പറയുന്ന കാണാം. ഒട്ടും വൈകാതെ ബ്ലഡ് ഡീമൻ ടെക്നിക്കിന്റെ ഫ്രോസൺ ക്ലൗഡ് ഉപയോഗിച്ച് ഡോമ തന്റെ യുണീക്ക് ആയിട്ടുള്ള വെപ്പൺ കനോവിന് നേരെ യൂസ് ആക്കുന്ന കാണാം. അത് യൂസ് ആക്കിയത് കൊണ്ട് തന്നെ കനോയ്ക്ക് തന്റെ കണ്ണ് തുറക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരികയായിരുന്നു. തുടർച്ചയായി വന്ന ബ്ലഡ് ഡീമൻ ടെക്നിക്കിന്റെ വൈറ്റ് ലോട്ടസ് കനോവ തടയാൻ ശ്രമിച്ചെങ്കിലും അതിനുശേഷം വീണ്ടും കനോവ കാത്തിരുന്നത് വൈറ്റ് ബ്ലിസാർഡ് പ്രിൻസസ് എന്ന് പറയുന്ന ഡോമയുടെ അടുത്ത മൂവ്മെന്റ് തന്നെയായിരുന്നു. അതും ഒഴിഞ്ഞു മാറി കനോവ നീങ്ങിയപ്പോഴേക്കും ഡോമ യൂസ് ചെയ്തത് തന്റെ അടുത്ത ടെക്നിക്കായ വിൻഡർ ഐസിക്കിൾസ് ആയിരുന്നു. ആ അറ്റാക്കിന്റെ റേഞ്ച് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ അവൾ പതിയെ ബാക്കിലേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു. ഡോമ അപ്പോഴത്തേക്ക് അവൾക്ക് പരിഹസിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നീ എങ്ങോട്ടാണ് ഈ ദൂരേക്ക് പോകുന്നതെന്ന്. അടുത്തു വരാത്ത പക്ഷം നിനക്കെങ്ങനെയാണ് എന്റെ തല കട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന്. പെട്ടെന്നൊരു സെക്കൻഡിലേക്ക് ഡോമയെ കാണാതെ പോവുകയും പിന്നീട് ഡോമ അപ്പിയർ ആയപ്പോഴത്തേക്ക് കനോവിന്റെ വാൾ ഡോമയുടെ കയ്യിലിരിക്കുന്നതായും കാണാം. അവന്റെ ആ മൂവ്മെന്റ് കനോയ്ക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറം സ്പീഡിലായിരുന്നു. വാളില്ലാത്ത കനോയ്ക്ക് നേരെ ഡോമ തന്റെ ബ്ലഡ് ഡീമൻ ടെക്നിക്കിന്റെ സ്കാറ്റേർഡ് ലോട്ടസ് യൂസ് ആക്കുന്ന കാണാം. ഏത് സൈഡിൽ കൂടെ പോയാലാണ് തനിക്ക് ചെറിയ ഡാമേജ് കിട്ടുന്നതെന്ന് അറിയാതെ, എന്ത് തീരുമാനം എടുക്കണമെന്ന് പോലും അറിയാതെ കനവ് ഇവിടെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ മുകളിൽ നിന്നൊരു ശബ്ദം നമുക്ക് കേൾക്കാം. റൂഫ് പൊളിച്ചു വന്നത് വേറെ ആരുമല്ലായിരുന്നു, നമ്മളുടെ എല്ലാം പ്രിയപ്പെട്ട ഇനോസുക്കയായിരുന്നു. ഇനോസുക്ക വന്നത് തന്നെ തന്റെ ബീസ്റ്റ് ബ്രീത്തിങ്ങിന്റെ 5th ഫോം ഉപയോഗിച്ചുകൊണ്ട് കനോയ്ക്ക് നേരെ വന്ന അറ്റാക്കുകൾ തടഞ്ഞുകൊണ്ടായിരുന്നു. തന്നെ ഇതുവരെ ലീഡ് ചെയ്ത, തനിക്ക് ഡയറക്ഷൻ പ്രൊവൈഡ് ചെയ്ത കാക്കകളോട് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഇനോസുക്ക 158ാമത്തെ ചാപ്റ്റർ എൻഡാക്കുന്നത്.